കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ ചെറിയ റിവ്യൂയിലേക്കാണ് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലെ അവസാന ഭാഗം എല്ലാവരും കൂടി വിഷമിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. നമ്മുടെ സുഭാഷിനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ നികേഷ് കരയുന്നൊരു ഭാഗം. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭാസ്കരനാണെങ്കിലും വല്ലാത്ത സങ്കടത്തിലൊക്കെയാണ്, നല്ല ശോകഗാനമൊക്കെയാണ് വെക്കുന്നത്. അയാൾക്കും അത് വല്ലാത്തൊരു ഷോക്കാവുന്നുണ്ട്. പിന്നെയാണെങ്കിൽ നമ്മുടെ നിധി മുറിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയായിരിക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഏട്ടത്തിയമ്മ വിളിക്കുന്നുണ്ട്. ഏട്ടത്തിയുടെ ഒരു റിലേഷനിലുള്ളൊരു ആൾക്കാർ വീട്, റിലേഷൻ്റെ അതായത് ഒരു ബന്ധുവിൻ്റെ വീട് ചെന്നൈയിലുണ്ട്. അപ്പോൾ അവിടേക്ക് നിധിനോ ചെല്ലാനെന്ന് പറയുന്നത് അവിടെ താമസിച്ച് അവിടെ നിന്നുകൊണ്ട് ജോലി സംഘടിപ്പിക്കാം, അപ്പോൾ ഇവരിൽ നിന്നൊരു മോചനാവും എന്ന് പറയണേ. അപ്പോൾ നിധിക്കാണെങ്കിൽ ഈ അവസ്ഥയിൽ ഇവർ ഇട്ടിട്ട് പോകാൻ വല്ലാത്ത വിഷമം. നിധി കാരണമുള്ളവരെല്ലാവരും ഇത്രയ്ക്കും വിഷമത്തിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിധി പറയണില്ല ഏട്ടത്തി ഞാൻ പോകുന്നില്ല എന്ന് പറയും. അതെന്താ, നീ പോകണം, ഡൈവോഴ്സ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതല്ലേ? ഒക്കെ ശരി തന്നെയാണ്, പക്ഷേ എനിക്കിപ്പോൾ പോകാൻ മനസ്സില്ല, ഞാൻ കാരണം ഇവിടെ എല്ലാവരും വിഷമിച്ചിരിക്കണമെന്ന് പറയും. അതൊന്നും സാരമില്ല, 5 ആണുങ്ങൾ പുരുഷന്മാരുള്ള വീട്ടിൽ നീ ഒറ്റയ്ക്ക് നിൽക്കുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്ക് പേടിയായിട്ട് പാടില്ല എന്ന് പറയും ഏട്ടത്തി. എന്തിനു പേടിക്കുന്ന ഏട്ടത്തി, ഇവിടെ ഉള്ളവരാരും എന്നെ ഒന്നും ചെയ്യില്ല. മാത്രമല്ല നമ്മളെ വീട്ടിൽ കിട്ടിയിരുന്നേക്കാളും ഫ്രീഡവും അതുപോലെ തന്നെ ഒരു പേടിയില്ലായ്മയും ഒക്കെ എനിക്ക് ഈ വീട്ടിലുണ്ട്. എന്നെ നല്ല ഇത് കെയറിങ് ചെയ്യുന്നുണ്ട് ഇവരെന്ന് പറയും. എന്താ നീ പറഞ്ഞു വരുന്നത്, നീ പോകുന്നില്ല എന്നാണോ പറയണത്? ഇല്ല, ഞാൻ പോകുന്നില്ല എന്ന് പറയും. ആ വീട്ടിൽ എനിക്ക് എന്താ അനുഭവം ഉണ്ടായത്? എന്നെ മുറിയിലിട്ട് പൂട്ടി അടിച്ചു, ഇഷ്ടമില്ലാത്ത കല്യാണം എടുത്ത് തലയിൽ വെച്ചു. ഇവിടെ എനിക്ക് അങ്ങനെ ഒന്നുമില്ല, എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാം, 5 പുരുഷന്മാരുള്ള വീട്ടിൽ നല്ല സമാധാനത്തോടെ ജീവിക്കാം എന്ന് പറഞ്ഞ് നിധി തൻ്റെ തീരുമാനങ്ങൾ പെട്ടെന്ന് മാറ്റണം. അതിനുശേഷം സുഭാഷ് എന്നും പതിവ് പോലെ ചെന്നിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കരയിന്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹരീഷ് ഇങ്ങനെ ആലോചിക്കുന്നു, നിങ്ങൾക്ക് ഇത്രയും കുശുമ്പ് പാടില്ല സുഭാഷ് ചേട്ടാ. സുധീഷ് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവരൊന്നിച്ച് റൂമിൽ കിടക്കാൻ സമ്മതിക്കുന്നില്ല ചേട്ടൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അത് പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് എവിടുത്തെ ന്യായമാണ്? ഇത് ഇങ്ങനെ ഞാൻ ഇത്രയും സ്നേഹിക്കുന്ന സുധീഷ് ചേട്ടൻ ഇങ്ങനെ സുധീഷല്ല, ഇത്രയും സ്നേഹിക്കുന്ന സുഭാഷ് ചേട്ടൻ ഇങ്ങനൊന്നും ചെയ്യരുത്. ഞങ്ങളെ ഇങ്ങനെ സ്നേഹിച്ചിട്ട് എൻ്റെ മനസ്സിൽ സുഭാഷ് ചേട്ടനോടുള്ള സ്ഥാനം മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് വിഷമിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ സുഭാഷിനെ ഹരീഷ് ഈ ഒരു കാര്യത്തിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ആലോചിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞ് നമ്മുടെ ഹരീഷ് നമ്മുടെ സുഭാഷിൻ്റെ ഇരിക്കും, ചേട്ടാ എന്നോട് എനിക്ക് മാപ്പ് തരണം എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നിധി അടുക്കളയിലേക്ക് വെള്ളം കുടിക്കാൻ വരുമായിരിക്കുള്ളൂ. അപ്പോൾ അനിയനും ചേട്ടനും കൂടെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാഴ്ചയിൽ കാണുന്നത്, മക്കളെ നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞത്, നിധി എന്നോട് എല്ലാ സംഭവങ്ങളും പറഞ്ഞതല്ലേ, അതുകൊണ്ടാണ് അവൻ ആ റൂമിൽ കിടക്കാനും ഞാൻ സമ്മതിക്കാഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞാൽ, നിങ്ങൾ സത്യമൊന്നും അറിയാത്തതുകൊണ്ട് എന്നോട് പറഞ്ഞാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ഒരു വിഷമമില്ല, എനിക്ക് നിങ്ങളോട് ഒരു വിഷമമില്ല, നിങ്ങൾ എൻ്റെ സ്വന്തം അനിയന്മാരല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹരീഷിനാണെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കെട്ടിപ്പിടിച്ച് കാലിലൊക്കെ പിടിച്ച് മാപ്പ് പറയുന്നുണ്ട്. നിധിക്കാണെങ്കിൽ ആ കാഴ്ച കണ്ടു നിൽക്കാൻ പറ്റാണ്ട് നിധി പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകും. പിന്നെ കാണിക്കുന്നത് സഹോദരന്മാർ 3 പേരും കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നടുവിൽ സുധീഷിൻ്റെ സ്ഥലം ഒഴിച്ചിട്ടിട്ടുണ്ട്. സുധീഷ് മുറ്റത്ത് നിൽക്കായിരിക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ നല്ല ദുഃഖഗാനമാണ് വെച്ചേക്കണത്. ഭാസ്കരൻ പാട്ടും പാടുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ കിടക്കണ്. അങ്ങനെ സുധീഷും വന്ന് ഹരീഷിൻ്റെയും സുഭാഷിൻ്റെയും നടുവിൽ ഇങ്ങനെ കിടക്കണ് വിഷമത്തോടെ. അപ്പോൾ നമ്മുടെ ഹരീഷ് ആദ്യമായിട്ട് നമ്മുടെ സുധീഷിൻ്റെ മനസ്സ് തിരിച്ചറിയാനുള്ള, അപ്പോൾ സുധീഷിനെ കൈ പിടിച്ചിങ്ങനെ സമാധാനിപ്പിക്കുന്നു, പോട്ടെ സാരില്ല എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഭയങ്കര സങ്കടമാവും. അപ്പോൾ നമ്മുടെ സുധീഷ് പറയും, അവൾക്ക് മാത്രമുള്ളടാ ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കല്യാണം, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നിങ്ങളുടെ വിഷമം കൂടി കണ്ടപ്പോൾ നിങ്ങളുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ വിഷമിപ്പിക്കാൻ തോന്നിയില്ല, അതാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറയും. അത് കേട്ടപ്പോൾ ഭയങ്കര കരച്ചിൽ, 2 പേരും ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേനും സുഭാഷും കണ്ണ് തുറക്കും, നികേഷും കരഞ്ഞുകൊണ്ട് അതൊക്കെ കേട്ട് കിടക്കുന്നുണ്ടാവും, ഇറങ്ങുന്നില്ലെങ്കിലും. അങ്ങനെ നികേഷും കരച്ചിലിൻ്റെ വക്കത്താണ്. അങ്ങനെ 4 പേരും കരയും. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഇതേ നോക്ക്. അപ്പോൾ നിധി എന്തോ പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് ഇവരെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഹാളിലേക്ക് വന്നിട്ട് വാതുക്കൽ നിൽക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോഴത്തേനും സുധീഷിന് ഇഷ്ടമെന്ന് പറഞ്ഞത് നമ്മുടെ നിധി കേട്ടിട്ടില്ല. സുഭാഷ് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് നോക്ക്. ഇന്ന് സംഭവിച്ച കാര്യങ്ങളൊന്നും ഓർത്ത് നാളെ നിധിയോട് നിങ്ങൾ ഒരു കാരണവശാലും ദേഷ്യപ്പെടുക, മോശമായി പെരുമാറുക ചെയ്യരുത്. നിധിക്ക് എന്ന് ഇവിടെ നിന്ന് പോകാൻ തോന്നണേ അന്ന് വരെ നിധി ഇവിടെ നിന്നോട്ടെ, നിധിക്ക് ഇഷ്ടമുള്ള സമയം വരെ നിന്നോട്ടെ, നിധിക്ക് പോകണമെന്ന് തോന്നുമ്പോൾ പോക്കോട്ടെ, നിങ്ങളാരും തടയരുത് സ്നേഹം കൊണ്ട്. ഇന്നലെ വരെ ഇന്ന് വരെ നമ്മൾ നിധിയെ എങ്ങനെയാണ് സ്നേഹിച്ചത് അതുപോലെ തന്നെ ആയിരിക്കണം കേട്ടോ എന്നൊക്കെ അനിയന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം സുഭാഷ്.
അതും കൂടെ കേട്ടതോടുകൂടി നമ്മുടെ നിധി പൊട്ടിക്കരഞ്ഞങ്ങായിട്ട് അകത്തേക്ക് പോകുന്നതാണ്. നാളത്തെ എപ്പിസോഡിൻ്റെ ചെറിയൊരു ഭാഗമാണ് പറഞ്ഞത് കേട്ടോ. തമിഴിൽ ഇത് തന്നെയാണ്. തമിഴും മലയാളത്തിലും ഒരേപോലെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.